ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് എൻ്റെ ഒരു സന്തോഷം എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ യൂട്യൂബിൽ ലോങ് വീഡിയോ ഇടാനുള്ള മെയിൻ കാരണമേ ഞാനൊരു ക്രിസ്റ്റൽ ബാഗിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് ഒരു ലോങ് വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ അതിനുശേഷം ഞാനൊരു ക്രിസ്റ്റൽ ബാഗ് ഉണ്ടാക്കി അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന 6ാമത്തെ ദിവസമാണ് അപ്ലോഡ് ചെയ്തിട്ട്. ഈ 6 ദിവസം കൊണ്ട് ഒരു തുടക്കക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് അത് ഭയങ്കര ഒരു സന്തോഷം എന്ന് വെച്ചാൽ, എൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾ ഇത്രയും പേര് കണ്ടതിൽ എനിക്ക് എൻ്റെ സന്തോഷം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഞാൻ എവിടെയോ കിടന്ന് എന്നിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ കഴിവുകളുണ്ട്. അത് ഇവിടെ വന്ന് കാണിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ലേറ്റായിപ്പോയി. ഞാൻ എൻ്റെ ആ ഒരു ഇത് ചെയ്യാനായിട്ട് ഒരുപാട് ലേറ്റായിപ്പോയി. പക്ഷേ താമസിച്ച് വന്നിട്ടും എനിക്ക് അങ്ങനെ ഒരു സ്വീകരണം നിങ്ങൾ എനിക്ക് തന്നു. അതിൽ വളരെ നന്ദിയുണ്ട്. എൻ്റെ ആ വീഡിയോ ഇപ്പോൾ തന്നെ 1K വ്യൂസ് വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് അത് അറിയിക്കാനായിട്ട്. ഇതിനു മുന്നേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ അത് മറ്റുള്ളവരെ അറിയിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടുമൊക്കെയാണ്. എന്നെ അറിയാവുന്നവർക്ക് മാത്രമേ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ അറിയാവുമായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ നിന്നൊന്നും എനിക്ക് ഒരു സപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. സത്യമായിട്ട് പറയാം, എനിക്ക് ഒരു സപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എന്ത് സംഭവം ഞാൻ ഫേസ്ബുക്കിലിട്ടാലും എൻ്റെ ഫേസ്ബുക്കിൽ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. എന്നെ അറിയാമെന്നുള്ളവരും ഈ മ്യൂച്വൽ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് അങ്ങനെ ഒരു 100ൽ കൂടുതൽ ഫേസ്ബുക്കിൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഇടുന്ന ഒരു എന്തെങ്കിലും ചെയ്തിട്ട് ഇടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ ആകെപ്പാടെ എനിക്ക് കിട്ടുന്ന ഒരു 5ഓ 6ഓ ലൈക്ക് കിട്ടും. ആ ലൈക്ക് കിട്ടുമ്പോഴാണ് എനിക്ക് മനസ്സിലാവും, നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കും അതിൽ ലൈക്കോ കമൻറ്റോ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് എത്രത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ എനിക്ക് പരിചയമുള്ളവർ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് അതിനകത്തുണ്ടെങ്കിൽ പോലും ആകെപ്പാടെ എനിക്ക് കിട്ടുന്ന ലൈക്ക് അങ്ങനെ 4 അല്ലെങ്കിൽ 5, അതിലപ്പുറം പോവില്ല. ഒന്നെൻ്റെ ഹസ്ബൻഡ്, ഒന്നെൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേച്ചി, പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സ്. അവരാണ് എനിക്ക് കൂടിപ്പോയൊരു 7 ലൈക്ക് കിട്ടും. അതല്ലാതെ എനിക്ക് അതിൽ നിന്ന് ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു വലിയ ഒരു സംഭവത്തിൽ ഞാൻ വന്ന് എൻ്റെ ഒരു ചെറിയൊരു കഴിവ് കാണിച്ചപ്പം, എൻ്റെ ആ ഒരു കഴിവ് കാണാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാത്ത എത്രയോ പേര്, എവിടെയോ ഇരിക്കുന്ന എത്രയോ പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ കൊള്ളാമെന്നൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ തരുമ്പം എനിക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. എത്ര പറഞ്ഞാലും എനിക്ക് ആ നന്ദി പറഞ്ഞാലും എനിക്കറിയില്ല അത് എങ്ങനെയാണ് അത് പ്രകടിപ്പിക്കേണ്ടതെന്നുള്ളത്. ഇന്ന് എനിക്കത് ഞാൻ ഈ വീഡിയോ ചെയ്യണ സമയം വരെ 1052 പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒരു പരിചയമില്ലാത്തവർ എനിക്ക് ഒരുപാട് പ്രോത്സാഹനം തന്നു. ഒരുപാട് ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് 10-35 സബ്സ്ക്രൈബേഴ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. പിന്നെ നമുക്ക് പൊങ്കാല വരികയാണ്. ഇന്നത്തെ വീഡിയോയിലോട്ട് ഞാൻ കിടക്കുകയാണ്. എൻ്റെ സന്തോഷം ഞാൻ അറിയിച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ പൊങ്കാല വരികയാണ്. അപ്പം സാരിയുടെ കൂടെയും സെറ്റ് മുണ്ടിൻ്റെ കൂടെയൊക്കെ ഇടാനായിട്ട് പറ്റുന്ന കമ്മലും മാലയൊക്കെ എനിക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടോ ഈ കമ്മൽ, ഈ മാല, ഇത് പേളിൻ്റെയാണ്, ഇത് ഗ്ലാസ് പേളിൻ്റെയാണ്. ഇതിൻ്റെ കളറ് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പിസ്ത ഗ്രീനാണ്. ഇത് സാരിയുടെ കൂടെയും സെറ്റ് മുണ്ടിൻ്റെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും നമുക്കിത് അണിഞ്ഞു പോകാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഓർഡർ കിട്ടി, അത് ഞാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് പിസ്ത ഗ്രീനാണ്. ഈ മാല, ഈ മുത്തിന് റേറ്റ് കൂടുതലാണ്. ഇത് ഗ്ലാസ് പേളാണ്, തൊലി പോകില്ല, വെയിറ്റുള്ള മുത്താണ്, നല്ല ക്വാളിറ്റിയുള്ള മുത്താണ്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കമ്മലും ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ എല്ലാം റിമൂവ് ചെയ്ത് കാണിച്ചു തരാം.
ഇത് ഇത്രയും വലിയ കമ്മൽ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും വലിയ കമ്മലിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കിട്ടുന്നുണ്ടോ? ഇത് രണ്ടും ഒരു സെറ്റാണ്, കമ്മലും മാലയും. ഇതിൽ തന്നെ ഇത് കളർ വന്നിട്ട് ചമ്മന്തി കളറാണ്. എനിക്ക് കറക്റ്റാണ്, ലൈറ്റ് ഓറഞ്ച് കളറാണ്. നല്ല രസമാണ് നേരിട്ട് കാണാൻ. സെറ്റ് മുണ്ടിൻ്റെ കൂടെയും സാരിയുടെ കൂടെയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു ഗോൾഡ് ചെയിനും അതിൻ്റെ കൂടെ ഇതും കൂടെ ഇടുമ്പോൾ സെറ്റായിരിക്കും. ഇത് മാത്രമായിട്ട് ഇട്ടാലും അടിപൊളിയായിരിക്കും. ഇതിൻ്റെ തന്നെ ഗ്രേ കളറിൽ ഇതുപോലെ തന്നെ കമ്മല് മാലയായിട്ട് വരുന്നത്. അതിലൊരു പേർ ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എനിക്കിത് എത്രത്തോളം ചേരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതിൻ്റെ ചെറുത് വേണമെങ്കിൽ ചെയ്തിപ്പോൾ പറഞ്ഞിട്ട് വലുത് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ 2 ലെയറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലെയറായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ 2 ലെയറാണ് കൊടുത്തിരിക്കുന്നത്, 2 ലെയർ. ഇതിൽ നമുക്ക് ഈ ഒരു ലെയർ, അകത്തുള്ള ലെയർ മാത്രമായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യും. ചെറിയ കമ്മലാണ് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അല്ല വലിയ കമ്മലിടണമെങ്കിൽ ഇങ്ങനത്തെ ഈ ടൈപ്പിൽ ഈ സൈസിൽ ചെയ്യും. ഇതിപ്പം ഗ്രേ കളറാണ്. സെയിം അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കമ്മൽ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ബാക്കിൽ ഇങ്ങനെ ഇരയ്ക്കുന്ന സൗണ്ട് കേൾക്കാതിരിക്കാനായിട്ട് ഫാനെല്ലാം ഓഫ് ചെയ്തിരിക്കണം. അപ്പോൾ എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്. എന്നാലും സാരമില്ല. തുടക്കക്കാരിയായ എന്നെ ഇത്രയും സ്വീകരിച്ചില്ലേ, അതിൻ്റെ വലിയ കാര്യം. ഇതാണ് എൻ്റെ കമ്മലും മാലയും. ഇതൊരു ജോഡി. പിന്നെ ഇതൊരു ജോഡി. ഇതിൻ്റെ വൈറ്റ് പേളിൽ ചെയ്തായിരുന്നു. പക്ഷേ അത് ചെയ്ത് ഞാൻ വെച്ചപ്പോൾ തന്നെ അവർക്ക് കമ്മൽ, വേറൊരു കസ്റ്റമർ വന്നിട്ട് കമ്മൽ വേണ്ട, അവർക്ക് മാല മാത്രമായിട്ട് തരുമെന്ന് ചോദിച്ചു. ഓ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ മാല വീണ്ടും ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞാൻ മാല മാത്രമായിട്ട് കൊടുത്തു. ഇത് വൈറ്റ് പേളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സെയിലായത് ഇതിലാണ് കേട്ടോ. വൈറ്റ് പേളിൽ മാലയും ഇതുപോലത്തെ മാലയും കമ്മലും. വൈറ്റ് പേളിൻ്റെ മാല അത്രയാണ്. ഇനി ഞാൻ കാണിക്കുന്നത് ചെയിനിൽ ഇങ്ങനെ റെയിൻബോ ക്രിസ്റ്റലിൽ ചെയിനിൽ ചെയ്തിട്ടുള്ള മാലയാണ്. ഇത് നല്ല രസമാണ്. ഇത് അടപ്പിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു പേളിൻ്റെ മാല കാണിച്ചു തന്നില്ലായിരുന്നോ? ഞാൻ വർക്ക് ചെയ്യുന്ന ആ മാല എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഒരു മാല ഞാൻ ചെയ്ത് കാണിച്ചില്ലായിരുന്നോ? അതേ ഇതിൽ തന്നെ പാറ്റേണിൽ തന്നെ ഇത് 6mm. ഇത് 6mmൻ്റെ പേളാണ്. സോറി, പേളല്ല, ക്രിസ്റ്റലാണ്. ഞാൻ നേരത്തെ കാണിച്ചത് 4mmൻ്റെ പേള് വെച്ചിട്ട് ചെയ്യണതാണ് നേരത്തെ കാണിച്ചത്. ഇത് 6mmൻ്റെ റെയിൻബോ ക്രിസ്റ്റൽ വെച്ചിട്ട് ചെയിനിൽ ചെയ്യുന്നതാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് ഞാൻ ബാക്ക് ക്യാമറയിൽ ഇതെല്ലാം എടുത്ത് കാണിച്ചു തരാം. ലാസ്റ്റ് ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ട് 4mmൻ്റെ തന്നെ ജാപ്പനീസ് പേളും ഇടയ്ക്ക് ക്രിസ്റ്റലും ബ്ലാക്ക് ക്രിസ്റ്റലും കൂടെ ചേർത്ത് അടപ്പിട്ട് ചെയ്തിരിക്കുന്ന, ക്യാപ്പിട്ട് ചെയ്തിരിക്കുന്ന ഒരു മാലയാണിത്. ഇതും നല്ല രസമാണ് കാണാൻ. ഇത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണതല്ല, നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ഇനി പേളിൽ 6mm പേളിൽ അടപ്പിട്ട് ചെയ്ത ഒരു ചെയിനാണ് അടുത്തത്. ഇതൊക്കെ എനിക്ക് നല്ല മൂവിങ്ങുള്ള മാലകളാണ്. ഇപ്പോൾ ഓർഡർ വന്നിട്ട് ഞാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഞാനത് ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയാണ് ഇത് കെട്ടിയത് എന്നുള്ളത് കാണിച്ചു തരാം. ഇനി ഇതൊരു കമ്മലൊക്കെ ഞാനിങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് റെയിൻബോ ക്രിസ്റ്റലിൽ ചെയ്ത ഒരു കമ്മലാണ്. റെയിൻബോ ക്രിസ്റ്റലിൽ ഇത് നന്നായിട്ട് കാണുന്നുണ്ട്. ഇത് റെയിൻബോ ക്രിസ്റ്റലിൽ ചെയ്തൊരു കമ്മൽ. നല്ല രസമാണ് കേട്ടോ. നല്ല കാതിലൊക്കെ ഇട്ട് നല്ല തിളങ്ങും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാനത് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. നേരത്തെ ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ കാണിച്ചപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് അറിയില്ല. ഇത് ഈ കളറാണ്, ഗ്രേ കളറാണ് ഇത്.
ഈ ഞങ്ങളിവിടെ ചമ്മന്തി കളർ എന്നൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിലേത് പീച്ചൊന്നുമല്ല ഇത്. ചമ്മന്തി കളർ എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് അറിയിക്കാറില്ല. അതായത് ലൈറ്റ് ഓറഞ്ച് കളറ്. പിന്നെ ഇത് വന്നിട്ട് പേളിൽ ചെയിനിൽ പേൾ വെച്ച് അടപ്പിട്ട് ചെയ്തത് ഉണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ ഒന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് റെയിൻബോ ക്രിസ്റ്റലിൽ ചെയ്ത ഒരു ചെയിനാണ്. റെയിൻബോ ക്രിസ്റ്റലിൽ തന്നെ ചെയ്ത ഒരു കമ്മലാണിത്. കണ്ടോ, നല്ല ഭംഗിയാണിത് കാണാൻ. ഇനി ഇതൊക്കെ ഓരോ ക്രിസ്റ്റലിൽ ഞാൻ ചെയ്തതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം. ഇതിപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാനിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തർ ഓർഡർ തന്ന് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി കുറച്ച് ബ്രേസ്ലെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കമ്മലും മാലയും മാത്രം കാണിച്ചു തരുന്നാൽ മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും കവറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചില്ലായിരുന്നു. ഇത് റെയിൻബോ ക്രിസ്റ്റലിൽ ചെയ്ത ഒരു ബ്രേസ്ലെറ്റാണ്. ഇത് ഞാൻ കവറിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ട, റെയിൻബോ ക്രിസ്റ്റലിൽ ചെയ്ത ഒരു ബ്രേസ്ലെറ്റാണ്. ഇത് എൻ്റെ കൈക്ക് കറക്റ്റല്ല, ഇത് വലുതാണ്. കാരണം വണ്ണമുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് നല്ല രസമാണ്. ഇതിങ്ങനെ ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഹാങ്ങിങ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാത്തിനും ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹാങ്ങിങ് പൊട്ടിപ്പോയാ, ഇത് ഇളകിപ്പോയി കേട്ടോ, അറ്റാച്ച് ചെയ്യണം. ഇത് ക്രിസ്റ്റലിൽ ചെയ്ത ഒരു നെക്ലസ് പോലെ ചെയ്ത ഒരു മാലയാണ്, കണ്ടോ. ഇത് കണ്ടോ, ഇതെങ്ങനെ, ഇഷ്ടപ്പെടുന്നുണ്ടോ? നേരത്തെ ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ കാണിച്ചപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് അറിയില്ല. ഇത് ഈ കളറാണ്, ഗ്രേ കളറാണ് ഇത്. ഈ ഞങ്ങളിവിടെ ചമ്മന്തി കളർ എന്നൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിലേത് പീച്ചൊന്നുമല്ല ഇത്. ചമ്മന്തി കളർ എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് അറിയിക്കാറില്ല. അതായത് ലൈറ്റ് ഓറഞ്ച് കളറ്. പിന്നെ ഇത് വന്നിട്ട് പേളിൽ ചെയിനിൽ പേൾ വെച്ച് അടപ്പിട്ട് ചെയ്തത് ഉണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ ഒന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് റെയിൻബോ ക്രിസ്റ്റലിൽ ചെയ്ത ഒരു ചെയിനാണ്. റെയിൻബോ ക്രിസ്റ്റലിൽ തന്നെ ചെയ്ത ഒരു കമ്മലാണിത്, കണ്ടോ. നല്ല ഭംഗിയാണിത് കാണാൻ. ഇനി ഇതൊക്കെ ഓരോ ക്രിസ്റ്റലിൽ ഞാൻ ചെയ്തതാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം. ഇതിപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാനിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തർ ഓർഡർ തന്ന് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി കുറച്ച് ബ്രേസ്ലെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം.
ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ്. ഇത് കമ്മലും മാലയും മാത്രം കാണിച്ചു തരുന്നാൽ മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും കവറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചില്ലായിരുന്നു. ഇത് റെയിൻബോ ക്രിസ്റ്റലിൽ ചെയ്ത ഒരു ബ്രേസ്ലെറ്റാണ്. ഇത് ഞാൻ കവറിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ട റെയിൻബോ ക്രിസ്റ്റലിൽ ചെയ്ത ഒരു ബ്രേസ്ലെറ്റാണ്. ഇത് എൻ്റെ കൈക്ക് കറക്റ്റല്ല, ഇത് വലുതാണ്. കാരണം വണ്ണമുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് നല്ല രസമാണ്. ഇതിങ്ങനെ ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഹാങ്ങിങ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാത്തിനും ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹാങ്ങിങ് പൊട്ടിപ്പോയാ, ഇത് ഇളകിപ്പോയി കേട്ടോ, അറ്റാച്ച് ചെയ്യണം. ഇത് ക്രിസ്റ്റലിൽ ചെയ്ത ഒരു നെക്ലസ് പോലെ ചെയ്ത ഒരു മാലയാണ്, കണ്ടോ. ഇത് കണ്ടോ, ഇതെങ്ങനെയാ, ഇഷ്ടപ്പെടുന്നുണ്ടോ? വെട്ടം കിട്ടുന്നില്ല പിന്നെ. ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് എടുത്തിട്ട് തരാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന്, ഇതിലെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് തരാം. ഇതൊരു മാലയാണ്. ഇത് സിമ്പിളായിട്ട് കഴുത്തി ഇടാനായിട്ടുള്ളൊരു മാല കണ്ടോ. ഇത് ഞാൻ നെക്ക് ഡിസ്പ്ലേയിലിട്ട് കാണിച്ചു തരാം. ഈ മാലയുടെ ആ ഒരു ഭംഗി എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് കണ്ടോ, മാല ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് സിമ്പിളായിട്ട് അണിഞ്ഞു പോകാനുള്ള തരത്തിലുള്ള ചെയിനിൽ ചെയ്ത ഒരു മാലയാണ്. മറ്റേ ക്രാക്ക് ബീഡ് വെച്ചിട്ടുള്ള മാലയാണ്. അപ്പോൾ ഇങ്ങനത്തെ വേറെ ഒരു സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ടും ചെയ്യാം, ഹെവി ആയിട്ടും ചെയ്യാം, എങ്ങനെ വേണോ ചെയ്യാം. നമ്മുടെ ഇഷ്ടമാണ്. ഇത് എങ്ങനെ, അത് നമ്മൾ വർക്ക് ചെയ്തെടുക്കുമ്പോൾ അത് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് പോലെ ഇരിക്കും. നല്ല രസമാണ് കേട്ടോ. കഴുത്തിലിടാനൊക്കെ നല്ല ഭംഗിയാണ്. നല്ല വൈഡ് നെക്കൊക്കെ ഉള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനത്തെ പാറ്റേൺ മാലയൊക്കെ ഇട്ടിട്ട് പോയാൽ സൂപ്പറായിരിക്കും. എൻ്റെ മോളുടെ കഴുത്തിൽ ഒരെണ്ണം കിടപ്പുണ്ട്. ബാബുമോ നീ വാ, കാണിച്ചു തരാം. മോളുടെ കഴുത്തിൽ ഒരെണ്ണം കിടക്കുന്നു. ആ മാലയൊക്കെ കാണിച്ചു കൊടുക്കാൻ കണ്ടോ. ഇത് രണ്ട് ബീഡ് വെച്ചിട്ട് ചെയ്തതാണ്. നല്ല സിമ്പിളായിട്ട് കിടക്കുന്നത് കണ്ടോ. അപ്പം ഇങ്ങനെയുള്ള ടീനേജ് പ്രായക്കാർക്ക് ഇടാനുള്ള മാലയും ഉണ്ട്. പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തും കൊടുക്കും. ഒരു ഡിസൈൻ തന്നിട്ട് ഇതുപോലെ എനിക്ക് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങൾ മെറ്റീരിയൽസ് എനിക്ക് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്തു കൊടുക്കും. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ സൂപ്പർ സാധനമാണ്. ഗ്ലാസ് ബീഡെന്നാണ്, ഗ്ലാസ് പേളെന്നാണ് ഇതിൻ്റെ പറയുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മുത്താണ് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ സൂപ്പറായിരിക്കും. ഇത് സാരിയൊക്കെ ഉടുത്തിട്ട് അതിൻ്റെ കൂടെ അണിയാം. സ്വർണത്തിനൊക്കെ വില കൂടുതലല്ലേ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ എന്താണ് കാണിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. ഈ മാല അല്ലെങ്കിൽ കമ്മൽ മേക്കിംഗ് വീഡിയോ വേണമെന്നുള്ളവർ ഇതിൽ കമൻറ്റ് ചെയ്യുക. ഞാനത് ചെയ്ത് ഇടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ ഒരു സന്തോഷമൊന്നും കൂടെ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ റിംഗ് ലൈറ്റ് വാങ്ങിച്ചു കേട്ടോ. റിംഗ് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ, മൈക്കും ഇല്ല.
അപ്പം ഇന്ന് പോയിട്ട് റിംഗ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഇല്ല. പതുക്കെ പതുക്കെ ഓരോന്ന് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ഇടാനുള്ള ഒരു 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 ഇതെന്ന് പറയണത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഞാനും മോളും കൂടെ ഒരു ഡാൻസ് കളിച്ച ഒരു വീഡിയോ ഞാൻ ഇതിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ് ആണ്. അപ്പം കാണാത്തവർ അത് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇന്ന് കാണിച്ച വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.